കുഞ്ഞുമക്കളെ, നമുക്കിന്നൊരു കുഞ്ഞു കഥ കേട്ടാലോ? നമ്മളുടെ അച്ഛനും അമ്മയും ഒക്കെ പഠിച്ചിട്ടുള്ളൊരു കഥയാണ്. എല്ലാവർക്കും അറിയാവുന്ന കഥയാണ്. എന്നാലും നിങ്ങൾക്കറിയില്ലെങ്കിൽ ഒന്ന് കേട്ടു നോക്കൂ കേട്ടോ. അപ്പം ചിത്രത്തിൽ കാണുന്നത് കണ്ടോ? ഇതൊരു വലിയ രാജാവാണ് കേട്ടോ. രാജാവിന് എന്താ പേരിടുക? അച്ഛനും അമ്മയ്ക്കും എല്ലാം അറിയാവുന്ന ഒരു രാജാവാണ്. സ്കൂളിൽ നമ്മൾ പണ്ട് പഠിച്ചിട്ടുള്ളൊരു കഥയാണ് കേട്ടോ. അപ്പോൾ ഈ രാജാവിൻ്റെ പേരാണ് മിഡാസ്. അപ്പോൾ ഈ മിഡാസ് രാജാവ് ഭയങ്കര ശക്തനും ബുദ്ധിമാനും അതേപോലെ തന്നെ നല്ല ഭക്തിയുള്ളവനും ഒക്കെയായിരുന്നു. പക്ഷേ ഇദ്ദേഹത്തിൻ്റെ പ്രശ്നം എന്താ വെച്ചാൽ ഇദ്ദേഹം വലിയൊരു അത്യാഗ്രഹിയായിരുന്നു. എല്ലാ രാജ്യത്തിനെക്കാട്ടിലും സമ്പത്ത് എനിക്ക് വേണം, ഞാനായിരിക്കണം വലിയ ആള് എന്നൊരു ചിന്തയുണ്ടായിരുന്നു. അങ്ങനെ അദ്ദേഹം എല്ലാ ദിവസവും പ്രാർത്ഥിക്കുകയായിരുന്നു. അപ്പോൾ ഒരു ദിവസം ദൈവം പ്രത്യക്ഷപ്പെട്ടിട്ട് ചോദിച്ചു, നിനക്ക് എന്താണ് വേണ്ടത്? നീ ഇപ്പോൾ ഒരു രാജാവല്ലേ, എല്ലാം ഉണ്ടല്ലോ, പിന്നെ എന്താണ് ഇനി നിനക്ക് വരമായിട്ട് വേണ്ടത് എന്ന് ചോദിച്ചു. അപ്പോൾ അത്യാഗ്രഹിയായിട്ടുള്ള മിഡാസ് രാജാവ് പറഞ്ഞു, എനിക്കൊരൊറ്റ വരവേ വേണ്ടൂ, ഞാൻ തൊടുന്നതെല്ലാം പൊന്നായി തീരണം, എല്ലാം സ്വർണ്ണമായിട്ട് മാറണം എന്നൊരാഗ്രഹം മാത്രമേ ചോദിക്കണുള്ളൂ പറഞ്ഞു. അപ്പം എന്താ സംഭവിച്ചത്? ദൈവം അങ്ങോട്ടും ഇങ്ങോട്ടും ഒന്നും നോക്കിയില്ല, ആ വര അങ്ങ് സാധിച്ചു കൊടുത്തു. ശരി, ഇനി തൊട്ട് നീ തൊടുന്നതെല്ലാം പൊന്നായിരിക്കും എന്ന് പറഞ്ഞു. രാജാവിന് സന്തോഷം അടക്കാൻ പറ്റാണ്ടായി. ഓടിപ്പോയി അടുത്തു നിന്നൊരു പൂവിൽ തൊട്ട് നോക്കിയപ്പോൾ അത് പൊന്നായിരിക്കുന്നു. ആ സന്തോഷം കൊട്ടാരത്തിലെ എല്ലാവരെയും അറിയിച്ചു. അതേപോലെ അദ്ദേഹം ഓടിപ്പോയി കൊട്ടാരത്തിൻ്റെ ഒരു തൂണിൽ തൊട്ടപ്പോൾ ആ കൊട്ടാരത്തിലെ തൂണുകൾ മൊത്തം പൊന്നാവാൻ തുടങ്ങി. അതേപോലെ ആ കൊട്ടാരം മൊത്തം ഒരു സ്വർണ്ണ കൊട്ടാരായി മാറി. പക്ഷേ ആ സന്തോഷം അധിക നാൾ അങ്ങോട്ട് നീണ്ടു നിന്നില്ല. കാരണം എന്താണെന്നറിയോ? എന്തായാലും രാജാവ് ഒരു മനുഷ്യനല്ലേ, അപ്പോൾ എന്തെല്ലാം സാധനങ്ങളിൽ തൊടണം. കിടക്കുന്ന കിടക്കയിൽ തൊട്ടപ്പോൾ അത് കല്ല് പോലെയായി. കാരണം പൊന്നായാൽ ഭയങ്കര സ്ട്രോങ് അല്ലേ, അങ്ങനെ കല്ല് പോലെയായി. കിടക്കാൻ ഒരു സുഖമില്ലാണ്ടായി. അതേപോലെ വെള്ളം കുടിക്കാൻ പറ്റാണ്ടായി, കാരണം വെള്ളത്തിൽ തൊടുമ്പോൾ അതും കല്ലാവുന്നു. ഭക്ഷണം കഴിക്കാൻ പറ്റാണ്ടായി, അതെല്ലാം പൊന്നായിക്കൊണ്ടിരിക്കുക. അപ്പോൾ രാജാവിന് മൊത്തത്തിൽ ദേഷ്യവും സങ്കടവും വിഷമവും വല്ലാത്തൊരവസ്ഥയിലായിരുന്നു കേട്ടോ രാജാവ്. അങ്ങനെ ഇരിക്കുന്ന രാജാവിൻ്റെ വിഷമം കണ്ട രാജാവിൻ്റെ മോള് ഓടി വന്ന് അദ്ദേഹത്തിനെ കെട്ടിപ്പിടിച്ചു കേട്ടോ. അപ്പം എന്താ സംഭവിച്ചേ? രാജാവിൻ്റെ മോളും അതേപോലെ പൊന്നായിപ്പോയി. രാജാവിന് സങ്കടം സഹിക്കുക വഴിയാണ്ടായി. നിറയെ പൊന്നുണ്ട്, പക്ഷെ ആരും ഹെൽപ്പ് ചെയ്യാനില്ല. ഭയങ്കര സങ്കടമായി. ഒരു സ്വർണ്ണക്കല്ല് പ്രതിമ പോലെ ആയിപ്പോയ തൻ്റെ മകളെ നോക്കി നിറയെ സ്വർണത്തിൻ്റെ മുകളിൽ ഇരുന്നുകൊണ്ട് അദ്ദേഹം ഭയങ്കരമായിട്ട് വിഷമിച്ചു. ഈ അവസ്ഥ ഓർത്ത് ഭയങ്കരമായിട്ട് കരഞ്ഞു. പിന്നെ ദൈവത്തിനെ പ്രാർത്ഥിച്ചു, ഈ വരം തിരിച്ചെടുക്കണേ ദൈവമേ എന്ന് പറഞ്ഞ്. അപ്പോൾ ദൈവത്തിന് മനസ്സിലായി ഇവൻ്റെ സ്വഭാവമൊക്കെ മാറിയിട്ടുണ്ട്, ഇയാൾ ഇനി നല്ലൊരു രാജാവാവുമെന്ന് മനസ്സിലാക്കി ദൈവം പ്രത്യക്ഷപ്പെട്ടു. എന്നിട്ട് ഒന്നും അറിയാത്ത പോലെ ചോദിച്ചു, എന്താണ് മിഡാസേ, നിനക്ക് സന്തോഷമല്ലേ? നീ തൊടുന്നതെല്ലാം പൊന്നായി മാറുന്നില്ലേ? ഇനി എന്ത് വരാണ് വേണ്ടത് എന്ന്. അപ്പോൾ മിഡാസിന് മനസ്സിലായി തൻ്റെ തെറ്റ് മനസ്സിലാക്കാൻ വേണ്ടി തന്ന ഒരു അവസരമാണ് ദൈവം ഇത്. അതുകൊണ്ട് ദൈവത്തിൻ്റെ കാല് പിടിച്ച് പറഞ്ഞു, എനിക്കെൻ്റെ തെറ്റ് മനസ്സിലായി, എന്നെ ഇനി നല്ലൊരു രാജാവാക്കി തീർക്കണം, അത് മാത്രമാണ് എനിക്ക് വരം വേണ്ടത്, ഇപ്പോൾ പൊന്നായി പോയതെല്ലാം എനിക്ക് തിരിച്ചു വേണം എന്ന് പറഞ്ഞ് അപേക്ഷിച്ചു, കരഞ്ഞു, മനസ്സറിഞ്ഞ് വിഷമിച്ചു. അപ്പം എന്ത് ചെയ്തു? ദൈവം കൊടുത്ത വരം പിൻവലിച്ചു. തൻ്റെ മകളെ സ്വന്തമായി കിട്ടി. അതേപോലെ ബാക്കി ഭക്ഷണം കഴിക്കാൻ പറ്റി. നല്ല പൂ പോലുള്ള മെത്തയിൽ കിടന്നുറങ്ങാൻ പറ്റി. അതേപോലെ സിംഹാസനമൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് മാറി. അപ്പോഴാണ് രാജാവിന് മനസ്സിലായത് സ്വർണത്തിനെക്കാട്ടിലും സ്വത്തിനെക്കാട്ടിലും ഒക്കെ ഒരുപാട് വളരെ വലുതായ സന്തോഷം നമുക്ക് ഈ ഭൂമിയിലുണ്ട് എന്നുള്ളത്. അപ്പം അതൊക്കെ അനുഭവിക്കാനായിട്ട് മിഡാസ് രാജാവിന് ദൈവം ഒരു അവസരം കൂടി കൊടുത്തു. ഇതിൽ നിന്ന് നമ്മൾ എന്താണ് മനസ്സിലാക്കേണ്ടത്? ഒരിക്കലും അത്യാഗ്രഹം പാടില്ല അല്ലേ. നമുക്ക് എന്താണോ ഉള്ളത് അതുകൊണ്ട് നമ്മൾ ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് എല്ലാവരെയും സ്നേഹിച്ച് ജീവിച്ചു പോകണം. അത്യാഗ്രഹമാണ് ഏറ്റവും വലിയ വിപത്തിനുള്ള കാരണം എന്നാണ് ഇതിൻ്റെ മോറൽ കേട്ടോ. അപ്പോൾ മിഡാസ് രാജാവിന് ദൈവം കൊടുത്ത വരം തിരിച്ചെടുത്തതുകൊണ്ട് അദ്ദേഹത്തിന് ഹാപ്പി ആയിട്ട് നല്ലൊരു രാജാവായിട്ട് തുടരാൻ പറ്റി. പക്ഷേ നമുക്ക് അങ്ങനെ ഒരു അവസരം കിട്ടണമെന്നില്ലല്ലോ. അതുകൊണ്ട് നമ്മളെപ്പോഴും അത്യാഗ്രഹം അല്ലാതെ നല്ല സ്നേഹത്തോടെ ബാക്കി നമുക്കുള്ളതെല്ലാം എല്ലാവർക്കും ഷെയർ ചെയ്ത് ഹാപ്പി ആയിട്ട് സന്തോഷമായിട്ട് ജീവിക്കണം. അപ്പോൾ പുതിയൊരു കഥയായിട്ട് വീണ്ടും വരാം. നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ
ദാ ഇത് പുതിയതായിട്ട് തുടങ്ങുന്ന ആദ്യത്തെ കഥയാണ്. ഈ കഥ ഇഷ്ടപ്പെട്ടാൽ നമുക്ക് വീണ്ടും വീണ്ടും കഥകളൊക്കെ പറയാട്ടോ. കുട്ടി കവിതകളും കഥകളും ആയിട്ട് വീണ്ടും വരാമേ. ടാറ്റാ.